സുഹൃത്തുക്കളെ, നിങ്ങളീ കാണുന്നത് വയനാട്, എൻ്റെ നാട്. സ്ഥലം കൽപ്പറ്റ, വയനാട്ടിലെ കൽപ്പറ്റ, എൻ്റെ കൽപ്പറ്റ. ഞാൻ ജനിച്ചു വളർന്ന കൽപ്പറ്റ. ഈ കാണുന്നത് ഒരു സ്കൂൾ ഗ്രൗണ്ടാണ്. ഈ സ്കൂൾ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ, എൻ്റെ സ്കൂൾ. 10 കൊല്ലം എൻ്റെ അക്ഷരങ്ങൾക്ക് നിറമേകിയ സ്കൂൾ. ഞാൻ ഓടിക്കളിച്ച് വളർന്ന എൻ്റെ സ്കൂൾ. ശകാരങ്ങളും കിന്നാരങ്ങളുമായിട്ട് എന്നെ വളർത്തിയ എൻ്റെ സ്കൂൾ. ഇന്ന് ഞാനിവിടെ പോയപ്പോൾ ഒരു സങ്കടകരമായ കാഴ്ച കണ്ടു. എൻ്റെ ഗ്രൗണ്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ ഉരുണ്ടുകൊണ്ടുണ്ടാവും. സ്കൂളില്ലാത്ത സമയത്ത് മൊത്തം ചെറിയവരും വലിയവരും ഈ ഗ്രൗണ്ടിലുണ്ടാവും. രാവിലെ നടക്കാൻ പോകുന്നുണ്ടാവും. ഇന്ന് എനിക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. എനിക്കെന്നല്ല, ഒരുപാട് പേർക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. പക്ഷേ ഇവിടെ കാണുന്ന വണ്ടികളും പല ആംബുലൻസുകളും എല്ലാം നിങ്ങൾക്ക് കാണാം. പലതരം വണ്ടികളും ആംബുലൻസുകളും എല്ലാം നിങ്ങൾക്ക് കാണാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പാണ് ഇപ്പോൾ ഇത്. മലയോരപ്പാച്ചിലിൽ ഒറ്റപ്പെട്ടു പോയ, വീടൊലിച്ചു പോയ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴുണ്ട്. എൻ്റെ സ്കൂൾ, ഒരുപാട് അക്ഷരങ്ങൾക്ക് നിറമേകിയ എൻ്റെ സ്കൂൾ ഇന്നിതാ ഒരുപാട് പേരെ സംരക്ഷിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. എത്രയോ പേർക്ക് വീടൊരുക്കിയിരിക്കുകയാണ് എൻ്റെ ഈ സ്കൂള്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ നമുക്ക് പ്രവേശനമില്ല സുഹൃത്തുക്കളെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ച എനിക്ക് കിട്ടിയൊരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഡെസ്കും ബെഞ്ചും അധ്യാപകർ പഠിപ്പിച്ചതും എല്ലാം മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ഒരുപാട് പേരെ പഠിപ്പിച്ച് വലുതാക്കിയ, നല്ല നിലയിൽ എത്തിച്ച സ്കൂളിൽ ഇതാ ഒരുപാട് പേർക്ക് ആശ്രയമായിരിക്കുകയാണ്. ഒരു സ്കൂൾ, ഒരു വിദ്യാലയം എന്ന് പറയുമ്പോൾ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്.